ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസാണ്. അതായത് നമ്മുടെ കറണ്ട് ലീക്കായി പോകുന്നത്, അതായത് നമ്മുടെ കറണ്ട് ഓവർ കറണ്ട് ആയിട്ട് എർത്ത് വഴി പോകുന്ന കറണ്ട് ബില്ല് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇടിമിന്നലിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സമയത്ത് ഏതെങ്കിലും ഉപകരണങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടിമിന്നൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവുക. അതുപോലെ തന്നെ നമുക്ക് ഷോക്ക് അടിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ഷോക്ക് അത് അടിക്കുമ്പോൾ അപ്പോൾ തന്നെ അത് ഓഫ് ആവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഡിവൈസാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പേരാണ് ELCB, അതായത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതുപോലെ തന്നെ വേറെ ഒരു പേരുണ്ട് ഇതിന്, RCCB, റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ നമുക്കിനി ഇതിനെ പറ്റിയൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ കമ്പനി ഇതിൻ്റെ മുകളിൽ ചില ELCBയുടെ മുകളിൽ നമ്മുടെ ഫേസ് ആ ന്യൂട്രലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ചില ELCBയുടെ മുകളിൽ ഇതിനൊന്നും കാണില്ല. കാരണം ഇതിൽ മാർക്ക് ചെയ്ത മാതിരി തന്നെ ന്യൂട്രൽ ഇതിൽ വലത്ത് ഭാഗത്ത് ന്യൂട്രലും അതേപോലെ ഔട്ട്പുട്ട് നേരെ മുകളിലുള്ളത് ഔട്ട്പുട്ടുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടത്ത് ഭാഗത്തുള്ളത് ഫേസും അതിൻ്റെ ഫേസിൻ്റെ ഔട്ട്പുട്ടുമാണ്. പക്ഷേ നമ്മളിത് തിരിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല, അതേപോലെ വർക്കിംഗ് ആയിരിക്കും. അത് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു കൊടുക്കുന്നത്. ഇതിൽ കമ്പനി മാർക്ക് ചെയ്ത ന്യൂട്രൽ ഞാൻ ഫേസാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി മാർക്ക് ചെയ്ത ഫേസിൽ ഞാൻ ന്യൂട്രലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ വലത്ത് ഭാഗത്ത് പ്ലഗിൻ്റെ വലത്ത് ഭാഗത്ത് ഫേസും അതുപോലെ ഇടത്ത് ഭാഗത്ത് ന്യൂട്രലും മുകൾ ഭാഗത്തുള്ളത് എർത്തുമാണ്. അതാണ് കോമൺ ആയിട്ടുള്ള നിയമം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഇവിടെ ഫേസ് മാറിയാൽ നമ്മുടെ ഈ ഫേസിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സ്വിച്ച് വഴി ലൈവ് വയർ വഴി കൊടുക്കാൻ പാടുള്ളൂ. സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് വഴി ഫേസ് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ നമ്മൾ ന്യൂട്രലാണ് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഈ പ്ലഗിൽ കറണ്ട് ഉണ്ടാവും, നമുക്ക് ഷോക്ക് അടിക്കുകയും ചെയ്യും. നമ്മുടെ ELCBയിലെ വലത്ത് ഭാഗത്തും അകത്ത് ഭാഗത്തും മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിലേക്ക് കൊടുക്കുന്നത് ഫേസ് സ്വിച്ച് വഴി മാത്രമേ കൊടുക്കാവൂ. അത് ഞാൻ 2 എക്സ്റ്റൻഷൻ കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു എക്സ്റ്റൻഷൻ കോഡ് വീട്ടിലെ സാധാരണ പ്ലഗിൽ നിന്ന് കുത്തിയെടുത്തതാണ്. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ കോഡിൽ വലത്ത് ഭാഗത്ത് തന്നെയാണ് ഫേസ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു കോഡിന് 3 പിൻ കോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ അതേപോലെ തന്നെ വലത്ത് ഭാഗത്ത് തന്നെയാണ് ഫേസ് ഉള്ളത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമുക്ക് കാണാം, സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് ആ കറണ്ട് കട്ടാവുന്നതും കാണാം. അപ്പോൾ അങ്ങനെ കട്ടായില്ലെങ്കിൽ നമ്മൾ ഒരു വയറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ELCBയിലെ ആ റൗണ്ടിലുള്ളത് ടെസ്റ്റ് ബട്ടനാണ്. അതുപോലെ തന്നെ സൈഡിലുള്ളത് മേലോട്ട് ഓണും താഴോട്ട് ഓഫുമാണ്. അതുപോലെ ഓണും ഓഫ്. അതുപോലെ തന്നെ ഈ ട്രിഗർ ബട്ടൺ പ്രസ് ചെയ്താൽ ഓഫാകും. ഇത് റിലേയിൽ വർക്ക് ചെയ്തിട്ടാണ് അത് പ്രസ് ചെയ്യുമ്പോൾ താഴോട്ടാവുന്നത്. അത് ഇടയ്ക്കും ടെസ്റ്റ് ചെയ്യണം. അത് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വർക്കിംഗ് ഉണ്ടാകുമ്പോൾ ടെസ്റ്റ് ബട്ടനാണ് ആ റൗണ്ടിലുള്ളത്. അത് ഓക്കെ ആണെങ്കിൽ നമ്മളെ ELCB റെഡി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ DP RCCB എന്ന് ഇതുണ്ട്. അത് DP എന്നാൽ ഡബിൾ പോളും, RCCB എന്നാൽ റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അതുപോലെ തന്നെ ഇതിൽ 40 ആംപിയർ എഴുതിയിട്ടുണ്ട്. അത് ഇതിലെ ലോഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റിയാണ്. അതുപോലെ 30 മില്ലി ആംപിയർ എഴുതിയത് അതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട്. അതായത് നമ്മുടെ പവർ ബോർഡിൽ, അതായത് എർത്തും അതുപോലെ തന്നെ ഫേസും നമ്മൾ ടച്ച് ആവുകയാണെങ്കിൽ ഉള്ള ഡ്രോപ്പിംഗ് ആണ് നമ്മുടെ ആ 30 മില്ലി ആംപിയർ എന്ന് പറയുന്നത്. ആ കറണ്ട് ഡ്രോപ്പ് ആവുന്നത്, അധികമായിട്ട് കറണ്ട് നഷ്ടപ്പെടുമ്പോൾ ഡ്രിപ്പ് ആവുകയും ചെയ്യും 30. അതുപോലെ തന്നെ നമുക്ക് ഷോക്ക് അടിക്കുമ്പോഴും ഡ്രിപ്പ് ആവുകയും ചെയ്യും. ഈ ഒരു ELCBക്ക് നമ്മൾ പവർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 വയറാണ് എടുത്തിരിക്കുന്നത്, റെഡും യെല്ലോയും. റെഡ് നമ്മൾ ഫേസായിട്ടും യെല്ലോ ന്യൂട്രലായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഇതിൻ്റെ വലത്ത് ഭാഗത്താണ് ന്യൂട്രൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഫേസ് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഫേസ് ന്യൂട്രൽ മാറിയാൽ ഒരു പ്രശ്നമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫേസിൽ നമ്മൾ മഞ്ഞ വയറാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ വലത്ത് ഭാഗത്താണ് ഫേസ് വരുന്നത്. നമുക്ക് ടെസ്റ്ററിൽ കാണാം. പ്ലഗിൽ നിന്നുള്ള ഫേസ് ന്യൂട്രൽ ELCBയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വലത്ത് ഭാഗത്ത് ഫേസും ഇടത്ത് ഭാഗത്ത് ന്യൂട്രലും, കമ്പനി പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൾബ് ഓർഡർ എടുത്തിട്ടുണ്ട്. ബൾബ് ഓർഡറിലേക്ക് നമ്മൾ സാധാരണ LED ബൾബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആ ഒരു നമ്മുടെ വീട്ടിലെ പ്ലഗാണ് അപ്പോൾ ബാക്കിലുള്ളതെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ വേറെ ഒരു പ്ലഗ് നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ ഫേസും അതേപോലെ തന്നെ എർത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ വയർ നേരിട്ട് ഷോർട്ടാക്കുന്നതിന് വേണ്ടി സീരിയസ് ആയിട്ടാണ് കാണിക്കുന്നത്. ബൾബ് കത്തുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കറണ്ട് ലീക്കാവുന്നത്. അപ്പോൾ ഫേസിലും ന്യൂട്രലും കൊടുക്കുമ്പോൾ ആ ബൾബ് കത്തുന്നത് നിങ്ങൾക്ക് കാണാം.
അതുപോലെ തന്നെ ഞാൻ ആ ന്യൂട്രൽ നിന്ന് ഊരിയിട്ട് എർത്തിൽ കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ബൾബ് പ്രകാശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു വയർ ഇവിടെ ഫേസും എർത്തും തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഇവിടുന്ന് വെറുതെ പോവുകയും മീറ്റർ കറങ്ങി നമുക്ക് കറണ്ട് ബില്ല് കൂടുകയും ചെയ്യും കാണാം. ആ ഒരു മെത്തേഡ് നമുക്ക് ELCB ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എർത്തിങ് ലീക്ക് ആകുമ്പോൾ ഈ ടെസ്റ്റിങ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ELCBയിലെ കറണ്ട് ഇൻപുട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. ഇനി ആ ഔട്ട്പുട്ടിൽ നമ്മൾ ബൾബ് സാധാരണ ബൾബ് വെച്ചിട്ട് ഒന്ന് കത്തിച്ച് നോക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ബൾബ് കത്തിക്കാൻ കാണാം. ഇനി നമ്മൾ ELCBയിലെ ഫേസ് അവിടെ തന്നെ വെച്ചിട്ട് നമ്മുടെ ഫേസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഫേസ് വലത്ത് ഭാഗത്തുള്ള ഫേസ് തന്നെ, ആ ഫേസിൽ നമ്മൾ റെഡ് വയർ അവിടെ തന്നെ നിർത്തിയിട്ട് നമ്മുടെ ന്യൂട്രൽ നമ്മൾ അതിൽ കൊടുക്കാതെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫേസ് നമ്മൾ എർത്തിൽ കൊടുത്തപ്പോൾ ബൾബ് കത്തിച്ചതുപോലെ തന്നെ ELCയുടെ ഫേസും എർത്തിലും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ട്രിഗർ താകുന്നത് കാണാം. നമ്മുടെ സ്വിച്ച് ELCBയുടെ അതേപോലെ തന്നെ വേറെ ടെസ്റ്റുകൾ നടത്താൻ പോവുകയാണ്. നമ്മുടെ നേരത്തെ എടുത്ത ELCBയുടേക്ക് ഇൻപുട്ട് കൊടുത്ത ആ സ്വിച്ച് ബോർഡിൽ നിന്ന് ന്യൂട്രും അതുപോലെ തന്നെ ELCBയുടെ ഔട്ടിലെ ഫേസും നമ്മൾ ബൾബിൻ്റെ ഇതിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ELCBയുടെ ആ സ്വിച്ച് താന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ ഡയറക്റ്റായിട്ട് നമ്മുടെ ELCBയുടെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഫേസും നമ്മുടെ സ്വിച്ച് ബോർഡിലെ എർത്തും ഡയറക്റ്റായിട്ട് ഒരു വയർ ഉപയോഗിച്ച് ഷോർട്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ഷോർട്ടാകുന്ന ELCB ഇല്ലെങ്കിൽ നമ്മുടെ കറണ്ട് എർത്തായിട്ട് നമുക്ക് നഷ്ടമാകും. അതിന് പകരം ഈ ഒരു ഇത് ഷോർട്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ട്രിപ്പാകുന്നത് കാണാം, ഓഫാകുന്നത്, സപ്ലൈ പൂർണ്ണമായി ഓഫാകുന്നത് കാണാം. അങ്ങനെ ലൈവ് വയർ കൊടുത്തു സ്വിച്ച് ബോർഡിലെ ആ പ്ലഗിലേക്ക് കൊടുത്തപ്പോൾ ആ സ്വിച്ച് താന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഫേസ് അവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഫേസിലും അപ്പോൾ നമ്മുടെ ഓഫാണ്, ഫേസിലും എർത്തിലും കൊടുത്ത് നമ്മൾ സ്വിച്ച് ഓണാക്കാൻ നോക്കുമ്പോഴൊന്നും ഓണാകുന്നില്ല. കാരണം ആ എർത്തിങ് പോകുന്നത് കൊണ്ടാണ്. താഴെ തന്നെ താവുകയാണ്, നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ വയർ ഒഴിവാക്കിയതിന് ശേഷം അത് നിൽക്കുന്നതും ഫേസ് ഔട്ടും കാണാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം നീക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്വിച്ച് ഓൺ ആവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ തന്നെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.